വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം ഇനി ലോകത്തിന്റെ വാതിലെന്ന് പ്രധാനമന്ത്രി. വിഴിഞ്ഞം പുതിയ വികസനത്തിന്റെ പ്രതീകം. ഇവിടെ ലോകത്തെ വലിയ ചരക്കു കപ്പലുകളെത്തും. ഇതുവരെ ഭാരതത്തിന്റെ 70% ട്രാൻസ്ഷിപ്മെന്റ് മറ്റു തുറമുഖങ്ങളിലൂടെയായിരുന്നു. ഇനി രാജ്യത്തിന്റെ പണം രാജ്യത്തിന് തന്നെ ലഭിക്കും. കേരളത്തിന് ഇതിൽ വലിയ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി വിഴിഞ്ഞം കമ്മീഷനിംഗ് നിർവഹിച്ച ശേഷം പറഞ്ഞു. 8,800 करोड़ रुपीस की लागत से तैयार किया गया है। अभी इस ट्रांसशिपमेंट हब की जो क्षमता है वो भी आने वाले समय में बढ़कर के 3 गुनी हो जाएगी। यहां दुनिया के बड़े मालवाहक जहाज आसानी से आ सकेंगे। अभी तक भारत का 75% ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था। इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया है। ये परिस्थिति अब बदलने जा रही है. പ്രജിത് മോഹനിലേക്ക്. പ്രജിത്ത്, പദ്ധതിയുടെ നേട്ടങ്ങളും സാധ്യതകളുമാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ പണം രാജ്യത്തിന് തന്നെ ലഭിക്കുന്ന സവിശേഷമായ പ്രക്രിയയായിരിക്കും ഇനി തുടർന്നുണ്ടാകുക എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കി. കാരണം ഇതുവരെ ഭാരതത്തിന്റെ 70% ട്രാൻസ്ഷിപ്മെന്റ് മറ്റ് തുറമുഖങ്ങളിലൂടെയായിരുന്നു. പക്ഷേ ഇനി അതല്ല സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം ലോകത്തിന്റെ കവാടമാകുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയതല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ഈ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകുന്ന രാജ്യത്തിനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ, രാജ്യത്തിൻ്റെ അകത്തേക്കുള്ള ചരക്ക് നീക്കത്തിന് മറ്റു തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം അത് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം ഏഷ്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം മറ്റൊന്ന് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇത്ര സ്വാഭാവികമായ ആഴമുള്ള, ഇത്ര ബർത്ത് സംവിധാനമുള്ള, ഇത്രയധികം ചരക്കുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം അത് ഏഷ്യയിൽ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ മുൻപ് ആശ്രയിച്ചിരുന്ന തുറമുഖങ്ങളെ പോലും ഇനി അത് ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് വിഴിഞ്ഞം കേരളത്തെ അല്ലെങ്കിൽ ഭാരതത്തെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഭാരതത്തിലെ ഈ രീതിയിലുള്ള ഏക തുറമുഖവും വിഴിഞ്ഞമാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ലാത്ത വിഷയമാണ്. അതോടുകൂടി ചരക്ക് നീക്കത്തിന് മറ്റു രാജ്യങ്ങളിലെ തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന പഴയ രീതി അത് കേരളത്തിനും ഭാരതത്തിനും ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അന്താരാഷ്ട്ര, അതായത് ലോകത്തെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വാണിജ്യ വ്യവസായ കപ്പൽ ചാലുമായി 10 കിലോമീറ്റർ 19 കിലോമീറ്റർ വരുന്ന ദൂരമുള്ള ഒരു തുറമുഖം, അതും ഇത്രയധികം വലിയ ഷിപ്പുകൾ പോലും നങ്കൂരമിടാനും ചരക്കുകൾ കൈകാര്യം ചെയ്യാനും കഴിയുന്ന ഒരു തുറമുഖം വരുന്നതോടുകൂടി പൂർണ്ണമായും അത്തരം ഇതര രാഷ്ട്രങ്ങളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുകയും അതുവഴി രാജ്യം ചിലവാക്കുന്ന വലിയ തുക അത് രാഷ്ട്രത്തിനകത്ത് തന്നെ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒപ്പമാണ് അനുബന്ധമായിട്ടുണ്ടാകുന്ന വികസന സാധ്യതകൾ, മറ്റ് സംവിധാനങ്ങൾ, വ്യവസായ പാർക്കുകൾ, ഈ പറയുന്ന രീതിയിൽ ഇവിടേക്കുള്ള ലോജിസ്റ്റിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന വെയർഹൗസുകൾ, സംഭരണശാലകൾ, മറ്റ് പാക്കിംഗ് സെന്ററുകൾ, മറ്റ് ഒട്ടനവധി വ്യവസായ സംരംഭങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അനുരൂപമായി അല്ലെങ്കിൽ അതിനൊപ്പം ചേർന്ന് രൂപപ്പെടുമെന്നുള്ള കാര്യവുമുണ്ട്. അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു വികസന പ്രവർത്തനമല്ല, ഒരു സ്ഥലത്തൊരു റോഡ് പണിയുന്നതോ ഒരു ഹൈവേ വരുന്നതോ പോലെയുള്ള, ഒരു വിമാനത്താവളം വരുന്നതോ പോലെയുള്ള ഒരു വികസന പ്രവർത്തനമല്ല ഒരു തുറമുഖം വരുമ്പോൾ ഉണ്ടാകുന്നത്. അതും ഇത്രയധികം സവിശേഷതകളോടുകൂടി രാജ്യത്തെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് സംവിധാനവുമായി വരുമ്പോൾ അതുണ്ടാക്കുന്നത് ആ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ അതിനോട് ചേർന്ന് കിടക്കുന്ന വലിയൊരു പ്രദേശത്തിൻ്റെ വികസന സാധ്യതകളാണ്. അത് സാധാരണക്കാരെ സഹായിക്കുന്ന, സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന ഓരോ ചെറിയ പദ്ധതികൾ പോലും ഇപ്പോൾ നാളെ കൂടുതൽ ട്രക്കുകൾ ഇവിടേക്ക് വരുമ്പോൾ ആ ട്രക്കുകൾ ഓടിക്കുന്നവരുടെ ജോലികൾ അല്ലെങ്കിൽ ആ ട്രക്കുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ട സെന്ററുകൾ, ആ പറയുന്ന ഓരോ കണ്ടെയ്നറുകൾ നിർമ്മിക്കാനും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുമുള്ള സാഹചര്യങ്ങൾ, ഈ ഇത്തരം ചരക്കുകൾ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ, കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റികൾ, വെയർഹൗസ് ശൃംഖലകൾ, അങ്ങനെ വലിയ രീതിയിലുള്ള വികസന സാധ്യതകൾ തുറന്നിടുന്നു. അതോടൊപ്പം തന്നെ എണ്ണം പറയാൻ കഴിയാത്തൊരു തൊഴിൽ മേഖല ഈ വിഴിഞ്ഞം തുറമുഖത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിൽ വളരാൻ പോകുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിൽ സ്വന്തമായി വലിയ വ്യവസായങ്ങളില്ല, കേരളത്തിൽ വലിയ സംരംഭങ്ങളില്ല, ബിസിനസ്സുകളില്ല. അതുകൊണ്ട് തന്നെ കേരളം എപ്പോഴും ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് എന്നുള്ളത്, നമുക്ക് വേണ്ടതൊന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത് പോലുമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പോലും പലപ്പോഴും ഈ
ലോട്ടറിയിലും മദ്യത്തിലുമൊക്കെ അടിസ്ഥാനമായി മുന്നോട്ട് പോകുന്നു സർക്കാരിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അതൊക്കെ നമ്മൾ പല ഘട്ടത്തിൽ പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ മാറ്റം വരുന്ന വലിയ വികസന സാധ്യതകൾക്ക്, വലിയ വ്യവസായ സംരംഭങ്ങളൊക്കെ കേരളത്തിൽ വരാനുള്ള സാധ്യതകൾ, അതാണ് ഈ വിഴിഞ്ഞം തുറന്നിടുന്നത്. ആ സാഹചര്യത്തിലേക്ക്, ആ സാധ്യതയിലേക്ക് കേരളത്തെയും വിഴിഞ്ഞത്തെയും ഒക്കെ കൈപിടിച്ചുയർത്തുകയാണ് കേന്ദ്ര സർക്കാർ. അന്നും ഇന്നും എന്നും പറയാനുള്ളത്, ഒരിക്കൽ നിർജീവമായി പോയിട്ടുള്ളൊരു പദ്ധതിക്ക് അതിന് തുടക്കം കുറിച്ചത്, അതിന് വീണ്ടും ജീവൻ നൽകിയത് 2015 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സാഗർമാല പദ്ധതിയാണ്. പുതിയ ആധുനിക തുറമുഖങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ഇച്ഛാശക്തിയോടെ ആ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങി. അങ്ങനെ രാജ്യത്ത് പുതിയ തുറമുഖങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ വന്നു. ഇപ്പോൾ നിലവിലുള്ള തുറമുഖങ്ങൾ അത് നവീകരിക്കുന്നതിനുള്ള പദ്ധതികൾ വന്നു. അതുമായി ബന്ധപ്പെട്ട് അനുബന്ധ വ്യവസായങ്ങൾ ഉണ്ടാകാനുള്ള പദ്ധതികൾ വന്നു. ഓരോ പ്രദേശത്തും ബാധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് അവരുടെ ഉയർച്ചകൾക്ക് വേണ്ടിയുള്ള, പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് അവരുടെ ഉയർച്ചകൾക്ക് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവരാനുള്ള ആലോചനകൾ. അങ്ങനെ സാഗർമാല ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്ന വലിയ മാറ്റമാണ് വിഴിഞ്ഞത്തിൻ്റെ ഇത്ര വേഗത്തിലുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിലും കമ്മീഷനിങ്ങിലും ഒക്കെ സഹായിച്ചത് എന്നുള്ളതും നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കേരളത്തിൻ്റെയും വിഴിഞ്ഞത്തിൻ്റെയും ഒക്കെ വലിയ വികസന സ്വപ്നങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ കൈത്താങ്ങോടുകൂടി അന്ന് ഈ പറയുന്ന രീതിയിൽ ഇവിടെ ഒരു തുറമുഖം വന്നിരിക്കുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും അത് തന്നെയാണ്. അതായത് പ്രധാനമന്ത്രി പറയുന്നു, ആദ്യം സ്വാഗത പ്രസംഗം നടത്തിയ മന്ത്രി VN വാസവന്റെ വാക്കുകൾ ഉദ്ധരിച്ചായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുന്നു, ഒരു സ്വകാര്യ വ്യക്തി അദാനി തങ്ങളുടെ പാർട്ട്ണറാണ് എന്നുള്ളതാണ്. അങ്ങനെ സ്വകാര്യ ബിസിനസ് വ്യവസായികളെയും ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിൽ മർക്കടമുഷ്ടിയുള്ള രാഷ്ട്രീയ ആശയങ്ങളെയും ആ രീതിയിലുള്ള മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കൊണ്ടുവന്ന ഈ വികസന രീതികളിലുള്ള മാറ്റം എന്ന് പറയുന്നത്, വികസന കാഴ്ചപ്പാടുകളിലുള്ള മാറ്റം എന്ന് പറയുന്നത്. എല്ലാത്തരം വ്യക്തികളെയും എല്ലാത്തരം മേഖലകളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് പൊതു സ്വകാര്യ പങ്കാളിത്തം എന്നൊക്കെയുള്ളത് രാജ്യത്തിൻ്റെ മുന്നോട്ട് പോകലിന് വളരെ ആവശ്യമാണെന്നുള്ള നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത്. കേരളം പോലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ പോലും അതിന് വഴിപ്പെടേണ്ടി വന്ന ഒരു സാഹചര്യം വളരെ സരസമായി അദ്ദേഹം കൃത്യമായി സൂചിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ ഭാരതത്തിൽ തന്നെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ആ മാറ്റമാണ് ഇന്ന് വിഴിഞ്ഞം പോലെ ഒരു സ്വപ്ന പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കമ്മീഷനിങ്ങിലേക്ക് എത്തി നിൽക്കുന്നത്. നാളെ അതിൻ്റെ 2ഉം 3ഉം ഘട്ടങ്ങളൊക്കെ വികസിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ വീണ്ടും 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 ഉയർന്നുകൊണ്ടിരിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെ മുൻപ് ഞാൻ പറഞ്ഞതുപോലെയാണ്, നരേന്ദ്ര ഭാരതത്തിൻ്റെ വികസന വേഗത്തിൻ്റെ പൊരുളറിഞ്ഞുകൊണ്ടാണ് മലയാളികൾ ഇന്നിവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റുകൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. പക്ഷേ അതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. എന്തായാലും വലിയ വികസന സാധ്യതകൾ വിഴിഞ്ഞം തുറന്നിട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി അദ്ദേഹം പ്രധാന സേവകൻ നമുക്കതിനുള്ള സംരംഭം തുറന്നിട്ടിരിക്കുന്നു. ഇനി ഇത് വലിയ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്തം അത് എല്ലാവർക്കുമുണ്ട്. മലയാളികൾക്കുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വികസന സ്വപ്നങ്ങളിലേക്ക് കണ്ണു തുറക്കുകയാണ് വിഴിഞ്ഞം. വലിയ കൂടുതൽ കപ്പലുകൾ കേരളത്തിലേക്ക് അടുക്കുമ്പോൾ, വിഴിഞ്ഞത്തേക്ക് അടുക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ ജോലികളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ സാധ്യതകൾ തുറന്നുവിടുന്നു. എന്തായാലും അദ്ദേഹം രാവിലെ 9:45 രാജ്ഭവനിൽ നിന്ന് യാത്ര ആരംഭിച്ച 3 ഹെലികോപ്റ്ററുകൾ, അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ വ്യൂഹം എങ്ങനെയായിരുന്നു വന്നത്? അതെ, ശരി, പ്രജിത്ത് പറഞ്ഞത് തന്നെയാണ്. അതായത് അദാനി തങ്ങളുടെ പങ്കാളി എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ മാറ്റം. സ്വകാര്യ നിക്ഷേപത്തെ എങ്ങനെയാണ് സർക്കാർ സ്വാഗതം ചെയ്യുന്നത്? അതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളതും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി.